ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന ദൈവം നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 24 അധ്യായമാണ് നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനകത്തുള്ളതായിരിക്കുന്ന ദൈവിക മൂല്യങ്ങളെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയക്കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ തുടക്കത്തിലെ കാണുന്നതായിരിക്കുന്ന കാര്യം, അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി എന്ന് പറഞ്ഞാണ് 24 അധ്യായം തുടങ്ങുന്നത്. 23 അധ്യായത്തിനകത്ത് സാറയുടെ മരണവും സാറയുടെ ശവസംസ്കാര ശുശ്രൂഷകളും അതുമൊക്കെ കഴിഞ്ഞിട്ട് അബ്രഹാം തൻ്റെ ജീവിതത്തിനകത്തേക്ക് നോക്കുമ്പോൾ തനിക്ക് വയസ്സ് ചെന്ന് വൃദ്ധനായി എന്നും ദൈവത്താൽ എല്ലാ നിലകളിലും താൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്ക് വചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. ദൈവസന്നിധിയിൽ നല്ല ഒരു അനുസരണ മനോഭാവം സൂക്ഷിച്ച അബ്രഹാമിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തന്നെ ബോധറിയതായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇസഹാക്കിൻ്റെ കല്യാണമായിരുന്നു. മകനെ പ്രായമായി ഏകദേശം മകന് 47 വയസ്സോളം നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഇസഹാക്കിന് 47 വയസ്സോളം പ്രായമുണ്ട്. പക്ഷേ ഇതുവരെയും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അമ്മ മരിച്ചു. ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് അവരായിരിക്കുന്നു. അപ്പോൾ അബ്രഹാം തൻ്റെ ദാസനായിരുന്ന എലയാസറിനെ വിളിച്ച് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ താഴേക്ക് ഇനി കാണുവാനായിട്ട് പോകുന്നത്. അവിടെ പറയുന്നുണ്ട്, സകലത്തിൻ്റെയും കാര്യവിചാരകത്വം നടത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന തൻ്റെ ദാസനോട് അബ്രഹാം പറയുകയാണ്, നിൻ്റെ കൈ എൻ്റെ തുടയിൻ കീഴ് വയ്ക്കുക. അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ, സത്യം ചെയ്യുമ്പോൾ ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നീ എൻ്റെ തുടയുടെ കീഴിൽ കൈവച്ച് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു. എന്താണ് സത്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, അവർ പാർക്കുന്നത് ഇപ്പോൾ കനാന്യരുടെ ദേശത്താണ്. പക്ഷേ ഈ കനാന്യരുടെ ദേശത്ത് നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ എടുക്കാതെ അവിടെ ആ ദാസനോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് എൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യ എടുക്കരുത്. എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കാമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. അല്ലെ, ഒരു വലിയ ടാസ്ക്കാണ് ഇവിടെ ആ ദാസന് അബ്രഹാം കൊടുക്കുന്നത്. കാര്യം, ഇവിടെ നിന്ന് മക്കളെ എടുക്കരുത്, അബ്രഹാമിൻ്റെ ദേശത്തേക്ക് പോകണം. അബ്രഹാമിൻ്റെ ദേശമെന്ന് പറയുന്നത് അത് ഊരാണ്. അവിടെ തൻ്റെ ആ പിതൃഭവനത്തിനകത്ത് അല്ലെ ചാർച്ചക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായിരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു സ്ത്രീയെ വേണം ഇവിടെ എലയാസാറിന് കൊണ്ടുവരുവാനായിട്ട്. അപ്പോൾ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ നിന്ന് യാത്ര ചെയ്ത് കനാൻ ദേശത്ത് നിന്ന് യാത്ര ചെയ്ത് തിരിച്ച് അവിടെ പോയി ഇപ്പം മടങ്ങി വരണമെങ്കിൽ അങ്ങോട്ട് പോകുവാനായിട്ട് അവിടെ എത്തുവാനായിട്ട് ഏകദേശം 1 മാസത്തോളം കാൽനടയായിട്ട് നടന്ന് അവിടെ പോകുവാനായിട്ട് ഒക്കെ ഏകദേശം ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെയാണ് പോകുന്നത്. ഏകദേശം 1 മാസത്തോളം എടുക്കും എന്നാണ് പറയുന്നത്. അവിടെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, എലയാസർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പോയി എൻ്റെ മകന് വേണ്ടി ഒരാളെ കൊണ്ടുവരണം, ഒരു സ്ത്രീയെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ദാസൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷേ സ്ത്രീക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനായിട്ട്, ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഈ വന്ന ദേശത്തേക്ക് ഞാൻ നിൻ്റെ മകനെ മടക്കി കൊണ്ടുപോകണോ? ഇസഹാക്കിനെ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോകണോ എന്ന് ചോദിക്കുക. അപ്പോൾ അബ്രഹാം പറയുകയാണ്, എൻ്റെ മകനെ അവിടേക്ക് ഒരു കാരണവശാലും മടക്കി കൊണ്ടുപോകരുത്. എന്നിട്ട് പറയുകയാണ്, അവിടെ അബ്രഹാമിൻ്റെ കാര്യമൊന്ന് നോക്കിക്കൊള്ളണം. ഇല്ലേ, അബ്രഹാം എപ്പോഴും വിശ്വാസം പറയുന്നതായിരിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ അബ്രഹാമിനെ കുറിച്ച് കണ്ടു. ഇവിടെ അബ്രഹാം പറയുകയാണ്, എൻ്റെ പിതൃഭവനത്തിൽ നിന്നും, 7-ാം വാക്യമാണത്, എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് വേണ്ടി
നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഒരു വചനമാണ്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വാക്കുകളാണ് ഈ വചനത്തിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അത് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചു കഴിയുമ്പോൾ എത്രയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് അബ്രഹാം അവിടെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ലെ, അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ പിതൃഭവനത്തിൽ നിന്ന് വിളിച്ചിറക്കിയ ദൈവം, എന്നിട്ട് ദൈവം പറഞ്ഞു ഈ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞൊരു വാഗ്ദത്തം തൻ്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. ആ ദൈവം എൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി എലയാസാറെ നീ പോകുന്നത് പോയിക്കോ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അല്ലേ, ആ ദൈവം അതിനു മുമ്പായി പോയി കാര്യങ്ങളെ ദൂതനെ അയച്ച് കാര്യം സാധിപ്പിക്കും. അതിശയകരമായിരിക്കുന്ന രീതിയിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മളിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ പറയുന്നുണ്ട്, എൻ്റെ മകനെ ഒരു കാരണവശാലും നീ അങ്ങോട്ടേക്ക് കൊണ്ടുപോകരുത്, ഊരിലേക്ക് എൻ്റെ മകനെ കൊണ്ടുപോകരുത്. ഊരിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു സ്ത്രീ ആയിരിക്കണം ഇവൻ്റെ ഭാര്യ എന്നുള്ളതാണ് അബ്രഹാം ആഗ്രഹിച്ചത്. ഇന്ന് നമ്മൾ ചുറ്റുപാടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മിശ്ര വിവാഹങ്ങൾ വളരെ ഒരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ എൻകറേജ് ചെയ്യുന്നതായിരിക്കുന്ന സഭയിലെ ആചാരങ്ങളൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. പക്ഷെ ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇല്ലേ, നമ്മുടെ വിശ്വാസമുള്ളതും ദൈവത്തെ ഭയമുള്ളതുമായിരിക്കുന്ന ഒരു ജാതി അല്ലാതെ അല്ലെങ്കിൽ ആ രക്ഷയുടെ അനുഭവത്തെ അതിലേക്ക് കടന്നു വരാത്ത വ്യക്തികളുമായിട്ടുള്ള വിവാഹമൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തിലുമൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായിരിക്കുന്ന വിഷയമാണ്. ഈ എലയാസാറിനെ അയച്ച് ഇസഹാക്കിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ആ ഒരു ദൈവം, ഹല്ലേലൂയ, നമ്മുടെയും ദൈവമാണെന്ന് വിശ്വസിച്ച് ഉറച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭാവി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഉള്ളവർ, ഹല്ലേലൂയ, അവരുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എന്നിട്ട് പറയുന്ന താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, 1 മാസത്തേക്കുള്ള യാത്രയുണ്ട്. വളരെ റിസ്കി ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു ജോബാണ്, ഒരു ടാസ്ക്കാണ് എലയാസാർ ഇവിടെ ഏറ്റെടുക്കുന്നത്. താൻ ആ ദേശത്തേക്ക് പോകുവാനായിട്ട് റെഡിയാവുകയാണ്. തൻ്റെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാക്കുണ്ട്. കാരണം അബ്രഹാമിൻ്റെ വീട്ടിലെ താൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്നതായിരിക്കുന്ന ഒരു സ്വഭാവവും ആ ഒരു അവസ്ഥയും ഒക്കെ നന്നായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ടും തൻ്റെ യജമാനൻ്റെ ദൈവത്തെ, ഹല്ലേലൂയ, പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു താൻ എന്നുള്ളത് കൊണ്ടും നമുക്ക് താഴേക്ക് പോകുമ്പോൾ കാണുവാനായിട്ട് കഴിയും. എത്ര വലിയ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ ദൗത്യം പൂർത്തീകരിക്കുന്ന ഒരു എലയാസാറിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നുണ്ട്, 10 ഒട്ടകങ്ങളെ അവിടെ 10 ഒട്ടകങ്ങളെ എടുത്തു. എന്നിട്ട് അതിൻ്റെ എല്ലാം പുറത്ത് വിശേഷമായ ഈ ഗിഫ്റ്റുകളും കാര്യങ്ങളും എല്ലാം വെച്ച് മെസൊപ്പൊട്ടാമിയയിലേക്ക് പോവുകയാണ്. അവിടെ പറയുന്നത് നാഹോറിൻ്റെ പട്ടണത്തിലെത്തി എന്നാണ്. അപ്പോൾ നാഹോർ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ ചേട്ടനാണ് എന്ന് നമുക്ക് പലയിടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അവിടെ എത്തി, ആ നാഹോറിൻ്റെ പട്ടണത്തിലെത്തി. അപ്പോൾ ഒന്ന് നമ്മളോട് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യം, എലയാസാർ അവിടെ എത്തി. അപ്പം അതേ സമയത്ത് 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ്റെ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. എലയാസാർ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് തരണമേ. ഹല്ലേലൂയ. അവിടെ ദൈവത്തോട് പറയുകയാണ്, ഞാനൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുക, അല്ലാതെ വെറുതെ മടിയനായിട്ടിരുന്നൊന്നും അല്ല എലയാസാർ കാര്യം പറയുന്നത്. നമ്മൾ പറയും ദൈവം ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ലേസി ആയിട്ടിരുന്ന് ചിലതൊക്കെ നമ്മൾ ഈസി വേയിൽ കിട്ടാനൊക്കെ ആയിട്ട് നോക്കും. പക്ഷേ നമ്മൾ ചെയ്യാനായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ കാണുവാനായിട്ട് കഴിയും. അല്ലെ, അബ്രഹാം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്, അബ്രഹാം അതിനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ മകൻ്റെ വിഷയത്തിനകത്ത് താൻ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അബ്രഹാം ഒരു സ്റ്റെപ്പ് വെക്കുകയാണ്. എലയാസാർ ഒരു സ്റ്റെപ്പ് വെച്ച് അവിടെ വരെ എത്തി നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവമേ, ഞാൻ ഇവിടം വരെ എത്തി ഇങ്ങനെ നിൽക്കുക, ഇന്ന് തന്നെ എനിക്ക് കാര്യം സാധിപ്പിച്ച് തരണമേ. അല്ലേ, നമ്മൾ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെ ദൈവം ക്രമീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും.
അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇതാ കിണറിനരികെ നിൽക്കുക, ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ദൈവത്തോടൊരു അടയാളം ചോദിക്കുകയാണ്. അവിടെ ആ ദാസൻ ഒരു അടയാളം ചോദിക്കുക. എന്തായിരുന്നു അടയാളം? എനിക്ക് വെള്ളം കുടിപ്പാൻ മാത്രമല്ല, ഞാൻ പറയും എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് തരണം എന്ന് ഞാൻ പറയുമ്പോൾ, അല്ല നിൻ്റെ ഒട്ടകങ്ങൾക്കും കൂടെ കുടിക്കാൻ തരാമെന്ന് പറയുന്നതായിരിക്കുന്ന സ്ത്രീ ആയിരിക്കണം എൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് കിട്ടേണ്ടുന്നതായിരിക്കുന്ന ഭാര്യ. അല്ലെ, വളരെ ഒരു പ്രത്യേകമായിരിക്കുന്ന അടയാളമാണ് അബ്രഹാം അവിടെ ചോദിക്കുന്നത്. അല്ലെ, നമുക്കാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ അത്രയും ഒന്നും ചോദിക്കത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു അടയാളം എനിക്കറിയത്തില്ല, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു അടയാളം ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ, അല്ലേ, ഈ ഒട്ടകങ്ങൾ 10 ഒട്ടകമാണ് അവിടെ ഉള്ളത്. ഈ 10 ഒട്ടകത്തിനും കോരിക്കൊടുക്കുവാനായിട്ട് നിൻ്റെ ഒട്ടകങ്ങൾക്കും കൂടെ കോരിത്തരട്ടെ, നിനക്ക് മാത്രമല്ല എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ത്രീ. അതിൻ്റെ പിന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യം, ഒരു ആത്മീകനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്ലാനുകളുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ദൗത്യമുള്ളതായിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ലഭിക്കുന്നതായിരിക്കുന്ന ഭാര്യ എന്ന് പറയുന്നത് അധ്വാനിക്കാൻ മടിയില്ലാത്തവളായിരിക്കണം. അല്ലെ, അവളുടെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു മടിയുമില്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ മടിയില്ലാത്തതായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ എലയാസാർ അവിടെ ഡിമാൻഡ് ചെയ്യുന്നത് ദൈവത്തോട്. ആ ഒരു അടയാളമാണ് ചോദിക്കുന്നത്. നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ പറഞ്ഞ് തീരും മുമ്പേ എന്ന് പറഞ്ഞാണ് 15-ാം വാക്യം തുടങ്ങുന്നത്. അപ്പോൾ ഈ കാര്യം എലയാസാർ അങ്ങ് പറഞ്ഞു തീർന്നേ ഉള്ളൂ. അല്ലേ, എൻ്റെ കാര്യം ഇന്ന് തന്നെ സാധിപ്പിച്ച് തരണം, ഇങ്ങനെ ഒരു അടയാളം തരണം എന്ന് പറഞ്ഞ് ജസ്റ്റ് തീരണേന് മുമ്പ് ഇതേ വരുന്നു. ആരാ വരുന്നത്? റിബേക്ക വരികയാണ്. അല്ലേ, റിബേക്ക തോളിൽ പാത്രവുമായിട്ട് റിബേക്ക വരിക. അതിസുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീ, പുരുഷൻ തൊടാത്ത ഒരു കന്യക. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ ദാസൻ അവളെ എതിരേറ്റ് ചെന്ന് കഴിഞ്ഞ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിൻ്റെ പാത്രത്തിലെ വെള്ളം കുറച്ച് എനിക്ക് കുടിക്കാൻ തരാമോ? അപ്പോൾ അവൾ വെള്ളം കോരിക്കൊണ്ട് വരികയാണ്. വെള്ളം കോരുക എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ളതായിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ളതായിരിക്കുന്ന കിണറുകളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ആ കിണറുകൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോൾ നമ്മളും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന കിണറുകൾ. അങ്ങനെ താഴേക്ക് ഇറങ്ങി ആ സ്റ്റെപ്പിൽ കൂടെ അങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് വേണം വെള്ളം ഇങ്ങനെ കോരിയെടുക്കുവാനായിട്ട്. അതങ്ങനെ ഒത്തിരി വലിയ ബക്കറ്റിനകത്തൊന്നും വലിച്ച് കോരുന്നത് പോലെയൊന്നും അല്ല അവിടെ അങ്ങ് കോരിയെടുക്കുന്നത്. അതിനുള്ളതായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒത്തിരി ഡിഫറെൻ്റാണ്. അപ്പോൾ അങ്ങനെ വെള്ളം കോരിയെടുത്ത് കൊണ്ടുവന്ന് മേലെ കയറ്റുക എന്ന് പറയുന്നത് അതൊത്തിരിയും ഹാർഡായിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എലയാസാർ ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് തരുമോ എന്ന്. അപ്പോൾ അവൾ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്, അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. എന്തടയാളമാണോ എലയാസാർ ചോദിച്ചത് അതേ അടയാളം അവിടെ റിബേക്ക പറയുക. അവൾ പറയുകയാണ്, അവന് കുടിപ്പാനായിട്ട് വെള്ളമൊക്കെ കൊടുത്തു. അതിനുശേഷം പറയാം, നിൻ്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുപോലെ ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു. അല്ലേ, അപ്പോൾ ഒന്ന് നോക്കിക്കോണം, അടയാളം ചോദിച്ചത് അങ്ങനെ തന്നെ അവിടെ സംഭവിക്കുകയാണ്. അല്ലേ, ഒട്ടകങ്ങൾക്ക് കോരിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അത് എത്ര വലിയൊരു ടാസ്ക് ആണെന്നറിയോ? ഞാനതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതായിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് വെറുതെ ഒരു റഫ് കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു നല്ല ദാഹമുള്ളതായിരിക്കുന്ന ഒരു ഒട്ടകമാണ് എങ്കിൽ, കാരണം ഈ യാത്രയൊക്കെ കഴിഞ്ഞ് 1 മാസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് യാത്ര, ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമായിരിക്കാം, പക്ഷേ ഇങ്ങനെ യാത്രയുടെ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നതായിരിക്കുന്ന ഒട്ടകങ്ങളാണിതൊക്കെ. അപ്പോൾ ഒരു ഒട്ടകത്തിന് ദാഹമുള്ളതായിരിക്കുന്ന സമയത്ത് ഏകദേശം അതിന് 30 ഗാലൻ വെള്ളം കുടിക്കുവാനായിട്ട് കഴിയും. അതൊരു 15 മിനിറ്റിനകത്ത് ഒരു 30 ഗാലൻ വെള്ളം ഈ ഒട്ടകത്തിന് കുടിക്കാൻ കഴിയും. അതായത് 1 ഗാലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3.25 ലിറ്റർ വെള്ളം വരും. അങ്ങനെ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്രോക്സിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു 120 ലിറ്ററോളം, അല്ലെങ്കിൽ ഒരു 100, 110, 120 ലിറ്ററോളം ഒരു ഒട്ടകം കുടിക്കും. അപ്പോൾ 10 ഒട്ടകം ഉണ്ട് എങ്കിൽ ഒന്ന് നോക്കിക്കോണം, 1200 ലിറ്റർ വെള്ളം കോരണം. 1200 ലിറ്റർ വെള്ളം കോരി ഇതിനെല്ലാം കുടിപ്പിക്കാനായിട്ട് കൊടുക്കണം.
എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ളതായിരിക്കുന്ന ഒരു ജോബല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം, റിസ്ക് എടുക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് മടിയാണല്ലേ. പക്ഷേ ഇങ്ങനെ അധ്വാനിക്കുവാനും റിസ്ക് എടുക്കുവാനും ഒക്കെ റെഡിയായ റിബേക്കയുടെ ജീവിതത്തിലാണ് തുടർന്ന് താഴേക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന കുടുംബത്തിൽ ചെല്ലുവാനുമൊക്കെ ഇടയായി തീർന്നത്. അവിടെ ഒരു മടി കൂടാതെ അധ്വാനിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിവുള്ളതായിരിക്കുന്ന രീതിയിൽ അധ്വാനിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു റിബേക്കയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിൽ അവൾ ഒഴിച്ചു, പിന്നെയും കൊണ്ടുവരുവാൻ തക്കോണം കിണറ്റിലേക്ക് ഓടിയിറങ്ങുക, എന്നിട്ട് ഒട്ടകങ്ങൾക്കെല്ലാം കോരിക്കൊടുത്തു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഒട്ടകത്തിൻ്റെ പോലും കോരിക്കൊടുക്കാതിരുന്നില്ല, എല്ലാ ഒട്ടകങ്ങൾക്കും കോരിക്കൊടുത്തു. എലയാസറിനെ നോക്കണം, ഈ ദാസൻ, അബ്രഹാമിൻ്റെ ദാസൻ അവിടെ അങ്ങനെ ഇരിക്കുക. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അല്ലേ, അതിൻ്റെ ഇടയ്ക്ക് പോലും ഒന്നും പറഞ്ഞില്ല. റിബേക്ക ഈ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ വേണമെങ്കിൽ നിർത്താമായിരുന്നു എലയാസറിന് അല്ലേ. എലയാസറിന് വേണമെങ്കിൽ പറയായിരുന്നു, ഓ ഞാൻ ചോദിച്ച അടയാളം കിട്ടി, ഇനി ഇവൾ കോരിക്കൊടുത്തില്ലേലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നു, ആ കോരിക്കൊടുത്തു. ഒട്ടകങ്ങളുടെ എല്ലാം അതിനെ കുടിപ്പിച്ച് വയറ് നിറച്ചു. അത് കഴിഞ്ഞിട്ടാണ് എല്ലാം കോരിക്കൊടുത്ത് കഴിഞ്ഞ് ഒട്ടകങ്ങൾ കുടിച്ച് തീർന്നപ്പോഴാണ് അവിടെ എലയാസർ ഒരു കാര്യം ചെയ്യുന്നത്. അവിടെ 1/2 ശേക്കൽ തൂക്കമുള്ള ഒരു പൊന്മൂക്കുത്തിയും അവളുടെ കയ്യിലിടുവാൻ 10 ശേക്കൽ തൂക്കമുള്ളതായിരിക്കുന്ന 2 പൊൻവളയും എടുത്ത് അവളോട് പറയുകയാണ്, നീ ആരുടെ മകളാ? പറക, നിൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ രാപാർപ്പാനായിട്ട് സ്ഥലമുണ്ടോ? ഞങ്ങളും കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം, എത്രയോ വലിയ റിച്ചായിരുന്നു അബ്രഹാം എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം 1 ശേക്കൽ എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 11.5 ഗ്രാം തൂക്കമാണ് 1 ശേക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 120 ഗ്രാം തൂക്കമുള്ളതായിരിക്കുന്ന സ്വർണ്ണ വളകളും സ്വർണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവരുടെ വരവ്. അതായത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 6 ലക്ഷം രൂപയുടെയൊക്കെ മേലെ വില വരുന്നതായിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ സമ്മാനമായിട്ടാണ് പോകുന്നത്. ഇത് റിബേക്കയ്ക്ക് മാത്രം. അതുകൂടാതെ ഒട്ടകത്തിൻ്റെ പുറത്ത് ഒത്തിരി വിശേഷ വസ്തുക്കളുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതെല്ലാം അബ്രഹാമിൻ്റെ പ്രൗഢിയെ കാണിക്കുന്നതാണ്. എന്ത് തന്നെയായിരുന്നാലും അവൾ പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് പോരെ, ഒട്ടകങ്ങൾക്കും ഉള്ള തീനിയൊക്കെ ഞങ്ങളുടെ വീട്ടിനകത്തുണ്ട്, രാപ്പാർപ്പാൻ സ്ഥലവുമുണ്ട്, അങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ കൊണ്ടുപോയി വീട്ടുകാരോട് ഈ വസ്തുതയെല്ലാം അറിയിച്ചു. അങ്ങനെ അവളുടെ സഹോദരനായിരിക്കുന്ന ലാബാനും അപ്പനായിരിക്കുന്ന ബെതുവേലും ഒക്കെ വന്ന് സംസാരിക്കുന്നു. ആ സംസാരം എല്ലാം കഴിഞ്ഞ് ഈ എലയാസർ അവരുടെ ടെസ്റ്റിമണിയൊക്കെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണി പറയുകയാണ്. താനിങ്ങനെ അവിടെ കിണറ്റിൻ്റെ കരയിലിരുന്ന് പ്രാർത്ഥിച്ചെന്നും അപ്പോൾ റിബേക്ക വന്നതായിരിക്കുന്ന സംഭവങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, റിബേക്ക വന്നു, റിബേക്കയെ കണ്ടു കഴിഞ്ഞ് കാര്യം സാധിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടും എലയാസർ അവിടെ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് അല്ലേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ നന്ദി പറയുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഭക്തനായിട്ട് ആ ദാസനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു വലിയ നന്മകളെ ദൈവം കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, റിബേക്ക തീരുമാനിക്കുകയാണ്, എലയാസറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് മടങ്ങിപ്പോകാം എന്ന് തീരുമാനിച്ച് അവർ മടങ്ങി വരുന്നു. ഇങ്ങനെ മടങ്ങി വരുന്നതായിരിക്കുന്ന ആ സമയത്ത് അവിടെ അവസാന ഭാഗത്ത്, ഞാൻ സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ വേഗത്തിൽ ചുരുക്കി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇസഹാക്ക് ഈ എലയാസർ റിബേക്കയും കൂട്ടിയിട്ട് കനാൻ ദേശത്തേക്ക് മടങ്ങി വരിക. അപ്പോൾ വരുമ്പോൾ ഇസഹാക്ക് അവിടെ നിന്ന് വരുന്നത് റിബേക്ക കാണുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കാണുമ്പോൾ റിബേക്ക അവിടെ പറയുന്നുണ്ട്, ഇസഹാക്കാന്ന് അറിഞ്ഞല്ല അവൾ ഇറങ്ങുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ദാസൻ്റെ അടുത്ത്, അത് ആരാണ് വരുന്നത് അല്ലേ. അപ്പോൾ പറയുന്നുണ്ട്, ഇതാണ് ഇസഹാക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി എന്ന് വചനം പറയുന്നു. അങ്ങനെ മുന്നോട്ട് പോയി അവർ കല്യാണം കഴിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവർ, എത്ര അതിശയവും അത്ഭുതവുമായിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ നടന്നത്. ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ഈ എലയാസർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, അതിനകത്ത് ഇസഹാക്ക് എന്ന് പറയുന്നത് യേശു കർത്താവ്, അബ്രഹാം പിതാവായിരിക്കുന്ന ദൈവം. ഇങ്ങനെ ചിത്രീകരിച്ച് നോക്കിക്കഴിയുമ്പോൾ പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്ന്
നമ്മളെ, നമ്മുടെ ആത്മാക്കളെ, അല്ലെങ്കിൽ റിബേക്ക എന്ന് പറയുന്നതായിരിക്കുന്ന ആ മണവാട്ടിയെ ഇസഹാക്കിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ചെയ്യുന്നെന്നും അങ്ങനെ ആ മണവാളനായിരിക്കുന്ന ഇസഹാക്കിൻ്റെ അടുക്കൽ മണവാട്ടി എത്തുന്നത് വരെയും എലയാസാർ തൻ്റെ ദൗത്യം നിർവഹിച്ച് ശ്രേഷ്ഠമായി കാര്യങ്ങൾ ചെയ്തുവെന്നും ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേൾക്കുവാനായിട്ടിടയായി തീർന്നു. അത് ഈ ഭാഗത്തോട് ബന്ധപ്പെടുത്തി പറയുന്നത് യോജ്യമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം കൂടെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. കേട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.